നമസ്തേ മിത്രങ്ങളെ. പരിചിതയായ ഒരു ചേച്ചിയുണ്ട്, ശാരദ ചേച്ചി. ശാരദ ചേച്ചിയുടെ ഒരു അയൽവാസിയുണ്ട്, രുക്മിണി. നിരന്തരം ഭവനത്തിൽ ബഹളമാണ്. ഭാര്യയും ഭർത്താവുമായി നിസ്സാര കാര്യങ്ങൾക്ക് പോലും നിരന്തരം യുദ്ധമിടുകയാണ്. ആരാണ് കേമൻ, ആരാണ് കേമി എന്നുള്ളതാ വൈരാഗ്യമേ. ആര് പറയുന്നതിനാണ് ഒച്ച കൂടുതൽ, ആരുടയ്ക്കുന്നതാണ് കൂടുതൽ എന്നുള്ള വാശിയും വൈരാഗ്യവും നടക്കുന്നത്. ഒടുക്കം എല്ലാം ഉടച്ചു കഴിയുമ്പോൾ, പറയാൻ പാടില്ലാത്തത് പറഞ്ഞു കഴിയുമ്പോൾ രണ്ടുപേരും താടിക്ക് കൈയും കൊടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിരിക്കും. ഇത് അയലത്തുകാർക്ക് എന്തെന്നില്ലാത്ത ശല്യം വരുത്തി വെച്ചു. അയൽ വീട്ടിലെ ശല്യം അസഹനീയമായപ്പോൾ ഒരു ദിവസം നമ്മുടെ ശാരദ ചേച്ചി അയൽവാസിയെ വിളിച്ച് ഉപദേശിച്ചു. എടീ കുഞ്ഞേ, ഞാനൊരു കാര്യം പറഞ്ഞാൽ നീ അനുസരിക്കാവോ? എന്താ ചേച്ചി പറ. എന്തൊരു ബഹളമാണ് കുഞ്ഞെ നിന്റെ വീട്ടിൽ. എൻ്റെ ചേച്ചി എന്തോ പറയാനാ, എന്ത് പറഞ്ഞാലും ആ മനുഷ്യൻ കേൾക്കത്തില്ല. എനിക്കൊരു സ്വസ്ഥതയും തരത്തില്ല, ശാന്തിയും തരത്തില്ല, സമാധാനം തരത്തില്ല. എന്തോ ചെയ്യും എന്ന് ശാരദ ചേച്ചിയോട് ചോദിക്കുന്നു. ശാരദ ചേച്ചി സാധാരണക്കാരിയാണോ? സർവശാസ്ത്ര വിശാരദയല്ലേ. ശാരദ ചേച്ചി അതിന് ഉടനെ ഒരു പരിഹാരം പറഞ്ഞു. എടി കുഞ്ഞേ, നീ തിങ്കളാഴ്ച വ്രതമെടുക്കുക, വളരെ ഗുണപ്രദമാകും. കുടുംബത്തിൽ ശാന്തിയും സമാധാനവും സർവ്വ ഐശ്വര്യങ്ങളും തീർച്ചയായും ലഭിക്കും. പരമേശ്വരനെ മനസ്സിൽ സ്മരിച്ചുകൊണ്ട് നീ ഒരു വർഷം തിങ്കളാഴ്ച വ്രതമെടുക്കുക, ഇതിന് പരിഹാരം ഉണ്ടാകും, തീർച്ചയായും ഉണ്ടാകും എന്ന് പറഞ്ഞപ്പോൾ, ആണോ ചേച്ചി, അത് നടക്കുന്ന കാര്യമാണോ? നടക്കുന്ന കാര്യമാണെന്ന് ചോദിച്ചാൽ നടക്കണം. പിന്നെ തിങ്കളാഴ്ച നീ എന്ത് ചെയ്യണം? കഴിയുമെങ്കിൽ തൊട്ടരികിലുള്ള ശിവക്ഷേത്രത്തിലേക്ക് പോകണം. ആ ശിവഭഗവാന്റെ മുമ്പിൽ നിന്ന് പ്രാർത്ഥിക്കണം. ഭഗവാനെ, സർവേശ്വര, അങ്ങയെപ്പോലെ അങ്ങയുടെ അനുഗ്രഹത്താൽ ധന്യനായ ഒരു പതിയാണ് എനിക്ക് തന്നിരിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് അഹിതമായി എൻ്റെ പതി ചെയ്യുന്നതും ക്ഷമിക്കുവാനും സഹിക്കുവാനും പൊറുക്കുവാനുമുള്ള മനോബലം എനിക്ക് നൽകണം. എൻ്റെ പതിയോട് ശാന്തമയമായും പക്വതയോടും ആർദ്രതയോടും അതിലേറെ സ്നേഹത്തോടും സംസാരിക്കുവാനുള്ള അനുഗ്രഹം ഭഗവാനെ നീ എനിക്ക് നൽകണം. എന്നിൽ നല്ല നല്ല ചിന്തകൾ ഉണ്ടാകണം. നിസ്സാരമായ കുറ്റങ്ങളെപ്പോലും അതിഭീകരമായ തലത്തിൽ വളർത്തി വലുതാക്കാൻ എൻ്റെ മനസ്സിനെ ഭഗവാനെ അനുവദിക്കരുത്. അങ്ങയുടെ മധുരമനോഹരമായ രൂപവും അവിടുത്തെ കൃപാകടാക്ഷവും നിരന്തരം എന്നിൽ ഉണ്ടാകണം. എൻ്റെ പതി എന്നെ അളവറ്റ രീതിയിൽ സ്നേഹിക്കണേ സർവേശ്വര എന്ന് പ്രാർത്ഥിക്കണം. പിന്നെയോ, ഭവനത്തിൽ വന്നാൽ തിങ്കളാഴ്ച വ്രതം എടുക്കുക, അതുകൊണ്ട് തനിയെ എല്ലാം നേരെയാകും എന്ന് ചിന്തിക്കാൻ പാടില്ല. ഒരു മനുഷ്യജന്മം ലഭിക്കണമെങ്കിൽ 84 ലക്ഷം ജന്മങ്ങൾ പട്ടി, പൂച്ച, പാറ്റ, ഒച്ച, നത്ത്, വണ്ട, മുള്ള, മുല്ല, അത്തി, ഇത്തി, വിറ്റി ഇങ്ങനെയുള്ള പല പല സസ്യങ്ങളായി, വൃക്ഷങ്ങളായി, പക്ഷികളായി, മൃഗങ്ങളായി ഒക്കെ ജനിച്ചു മരിച്ച് ലഭിക്കുന്നതാണത്രേ മനുഷ്യജന്മം. അതിൽ തന്നെ ഭാര്യാഭർത്തൃ സുഖം അല്ലെങ്കിൽ ബന്ധം ലഭിക്കുക എന്നത് പരമമായ പവിത്രമാണ്, ഭാഗ്യമാണ്. അങ്ങനെ ലഭിക്കുന്ന ഈ അസുലഭകരമായ ജന്മത്തെ വെറുതെ ഇങ്ങനെ തല്ലി കോഞ്ഞാട്ടയാക്കേണ്ട എന്തെങ്കിലും കാര്യമുണ്ടോ? എത്ര കാലത്തേക്കെന്ന് വിചാരിച്ച ഏറിയാൽ ഒരു 70 അല്ലെങ്കിൽ 80 അല്ലെങ്കിൽ 100 വർഷത്തിൽ മാത്രമാണ്. എവിടെ നിന്നോ വന്ന് ഈശ്വര നിശ്ചയത്താൽ ഒത്തുചേരപ്പെട്ടവർ, കുറവുകളും കുറ്റങ്ങളും ഇല്ലാത്തതായി ആരുമില്ല. അതുകൊണ്ട് ഒരാളിൽ ഒരു കുറവുണ്ടെങ്കിൽ അത് പൊറുക്കാനുള്ള കരുത്തുണ്ടാകണം. ഭാഗവതത്തിലും പുരാണങ്ങളിലുമൊക്കെ ആ കഥകളുണ്ടേ. ഭഗവാൻ പരമേശ്വരൻ എന്ന പതിയുടെ വാക്ക് കേൾക്കാതെ ഒരു നിമിഷത്തെ സാഹസത്തിന് ഇറങ്ങി പുറപ്പെട്ട സതിക്ക് തൻ്റെ ദേഹത്തെ തന്നെ ഉപേക്ഷിക്കേണ്ടി വന്നു, പ്രാണനെ തന്നെ ഉപേക്ഷിക്കേണ്ടി വന്നു. ഭഗവാൻ സ്നേഹത്തോട് പലവരും പറഞ്ഞു, പ്രാണപ്രിയേ പോകരുത് പോകരുത് എന്നിട്ടും. എന്നാൽ തൻ്റെ അച്ഛനോടും സഹോദരങ്ങളോടുമുള്ള അദമ്യമായ ആഗ്രഹം ഒന്നിനാൽ സതീദേവി എന്ത് ചെയ്തു? രക്ഷയാഗം നടന്ന വേദിയിലേക്ക് എത്തി കൊടുക്കുമെന്ന് സംഭവിച്ചു. ആ അമ്മയുടെ ദിവ്യമായ ദേഹത്തെ അമ്മ തന്നെ സ്വയം അഗ്നിയിലേക്ക് ത്യജിക്കേണ്ടി വന്നു. ഇനിയും എന്തിനാണാവോ സതീദേവി തന്റെ ദേഹം ദഹിച്ചത്? തൻ്റെ പതിയെപ്പറ്റി അപവാദം പറഞ്ഞു. ആരാ പറഞ്ഞത്? തൻ്റെ പിതാവേ. പിതാവല്ലാതെ മറ്റാരെങ്കിലും തൻ്റെ പതിയെപ്പറ്റി അപവാദം പറഞ്ഞിരുന്നെങ്കിൽ അപ്പോൾ തന്നെ മറുപടി കൊടുത്തേനെ. പക്ഷെ പിതാവിന് എതിരെ ഒന്നും പറയുവാൻ പാടില്ല. കാരണം തൻ്റെ സൃഷ്ടിക്കും തൻ്റെ ഈ ശരീരത്തിനും കാരണഭൂതൻ തൻ്റെ പിതാവാണ്. അതുകൊണ്ട് പിതാവ് എന്തൊക്കെ പറഞ്ഞാലും പുത്രി കാട്ടേണ്ട ഒരു ധർമ്മമുണ്ട്, അതേ സമയത്ത് തന്നെ പത്നി കാട്ടേണ്ട ധർമ്മമുണ്ട്. ഒരു പത്നിയെ ഒരു കാരണവശാലും പതിയെപ്പറ്റിയുള്ള അപവാദം ശ്രമിക്കുവാനോ, പതിയെപ്പറ്റിയുള്ള നീചപദങ്ങൾ ശ്രമിക്കുവാനോ, പതിയെപ്പറ്റിയുള്ള അധിക്ഷേപ വാക്കുകൾ ശ്രമിക്കുവാനോ ഒരു പത്നിയും ആഗ്രഹിക്കില്ല. ഒരു പത്നിയും അതിന് തയ്യാറാവുകയും ചെയ്യരുത്. അതുകൊണ്ട് തന്നെ തൻ്റെ പിതാവാണ് എന്ന ഒരൊറ്റ കാരണത്താൽ പ്രതികാരം ചെയ്യാൻ കഴിയാത്ത അവസരത്തിൽ താൻ തന്നെ തൻ്റെ ദേഹത്തെ ഉപേക്ഷിക്കുന്നതാണ് ഏറ്റവും ഉത്തമം എന്ന ചിന്തയോടുകൂടി പതിയോടുള്ള പരിപൂർണമായ പ്രേമം പ്രകടമാക്കുകയാണ് സതീദേവി ആ ദേഹത്യാഗത്തിലൂടെ. ഈ വിശ്വാസം ഓരോ ഭാര്യമാർക്കും ഉണ്ടാകണം.
പിന്നെയോ ഭഗവാൻ പരമേശ്വരൻ എന്താ ചെയ്തത്? തൻ്റെ പ്രാണപ്രിയയോടുള്ള അദമ്യമായ സ്നേഹത്താൽ ഇനിയും എനിക്ക് വിവാഹമേ വേണ്ട, ഏകനായി തന്നെ കഴിയുമെന്ന് ചിന്തിച്ചുകൊണ്ട് മഹാനുഭാവനായ ഭഗവാൻ വർത്തിക്കുന്നു. തുടർന്ന് ദേവന്മാരുടെയും ഋഷിപ്രവരന്മാരെയും യക്ഷന്മാരുടെയും കിന്നരന്മാരെയും ഗന്ധർവന്മാരുടെയും മാമുനിമാരുടെയും പ്രാർത്ഥനയാൽ ഭഗവാന്റെ മനസ്സ് മാറുകയും ആ സതീദേവിയുടെ തന്നെ പുനരവതാരമായ പാർവതീദേവിയെ ഭഗവാൻ തന്റെ ധർമ്മപത്നിയാക്കുകയും ചെയ്യുന്നു. നോക്കൂ, അപ്പൊ ഈ സ്നേഹം തനിക്കുമുണ്ടാകണം എന്ന് ഭർത്താവിനും തോന്നത്തക്ക രീതിയിലായിരിക്കണം ഓരോരുത്തരുടെയും പ്രവർത്തനം. അതുകൊണ്ട് തന്നെ സോമവാര വ്രതം എന്ന പേരിൽ അറിയപ്പെടുന്ന വ്രതം എൻ്റെ കുഞ്ഞേ, നീ നോക്കുമ്പോ കേവലം വ്രതം മാത്രം നോക്കിയാൽ പോരാ. ആഹാരത്തിൽ നിന്ന് മാംസത്തെ മാത്രം ഒഴിവാക്കിയാൽ പോരാ. മനസ്സിൽ നിന്ന് മതമത്സരാദികളെയും മാംസീയപരമായ ചിന്തകളെയും ദുർഗുണങ്ങളെയും ദുർവാസനകളെയുമാണ് ഒഴിവാക്കേണ്ടത്, അകറ്റി നിർത്തേണ്ടത്. പിന്നെയോ ക്ഷമ അത്യന്താപേക്ഷിതമായി ഉണ്ടാകണം. രണ്ട് കൈയും കൂട്ടിയടിച്ചെങ്കിൽ അല്ലേ ഉള്ളൂ എൻ്റെ ഒച്ച കേൾക്കുന്നത്. ഒരു കൈ മാത്രം അടിച്ചാൽ ഒച്ച കേൾക്കുമോ? അത് തന്നെയുമല്ല, ഒരു കൈ ഇങ്ങനെ വീശിയാൽ കുറെ കഴിയുമ്പോൾ ആ കൈ തന്നെ അങ്ങ് നിന്നോളും. അതുകൊണ്ട് അപ്പുറത്ത് നിന്ന് എന്തെങ്കിലും ശബ്ദകോലാഹലങ്ങൾ കേട്ടാൽ വ്രതമാണ് എന്ന ചിന്തയോടുകൂടി തിരികെ ഒരക്ഷരം പോലും പറയാതെ ശാന്തതയോടുകൂടി കുറെ നേരം ഇരുന്നാൽ അപ്പുറത്തും അതിന്റെ ശമനം പ്രകടമാകും. പിന്നീടോ പറയുന്നത് വളരെ ഭവ്യതയോടും സ്നേഹത്തോടും സഹാനുഭൂതിയോടും പക്വതയോടും കൂടി വേണം പറയേണ്ടത്. അങ്ങനെ തൻ്റെ പ്രവൃത്തിയിലൂടെ പതിയെ തൻ്റെ ഇംഗിതത്തിന് വിധേയമാക്കുവാൻ ഏകദേശം 1 വർഷത്തോളം സമയം കൊണ്ട് തീർച്ചയായും കഴിയും. അതാണ് ഈ 1 വർഷം വ്രതമെടുക്കണമെന്ന് പറഞ്ഞത്. ഇവിടെ ശാസ്ത്രീയതയുണ്ട് കുഞ്ഞെ, ഈശ്വരീയത്വമുണ്ട്. 1 വർഷം നിരന്തരമായി ഈ വ്രതമെടുത്ത് പരിപൂർണമായ ഹൃദയശുദ്ധിയോടുകൂടി ഭഗവാനെ പ്രാർത്ഥിച്ച്, സോമവാര വ്രതത്തിന്റെ ഏറ്റവും വലിയ പ്രാധാന്യം എൻ്റെ കുഞ്ഞേ പാർവതി പരമേശ്വര ഭജനമാണ്. പാർവതിയും പരമേശ്വരനും അർദ്ധനാരീശ്വര തലത്തിൽ എപ്രകാരമാണോ വിരാജിക്കുന്നത്, ഐശ്വര്യം പൊഴിക്കുന്നത്, അപ്രകാരം എനിക്കും കഴിയണം ഭഗവാനെ. അവിടുത്തെ കൃപാകടാക്ഷം ഭഗവതി, അവിടുത്തെ ഐശ്വര്യം അടിയനിലേക്കും നൽകണമേ. അറിഞ്ഞോ അറിയാതെയോ ചെയ്ത സമസ്ത അപരാധങ്ങളും പൊറുക്കണമേ. ഈ ജന്മത്ത് ഐശ്വര്യകരമായി പതിയോടൊപ്പം ജീവിക്കുവാനും പതിയുടെ ഇഷ്ടപ്പെട്ട ഭാജനമായി മാറുവാനും അതിലൂടെ പുത്ര സന്തതികൾക്കും സമൂഹത്തിനും ഗുണപ്രദമായ രീതിയിൽ മാറുവാനും സർവേശ്വര കനിയണമേ എന്ന് പ്രാർത്ഥിച്ചാൽ തീർച്ചയായും ഈശ്വരൻ കനിയും. അതുകൊണ്ട് നീ തിങ്കളാഴ്ച വ്രതം എടുക്കുക. സോമവാര വ്രതം എന്ന പേരിൽ അറിയപ്പെടുന്ന ആ തിങ്കളാഴ്ച വ്രതം കൊണ്ട് ഗുണം 2 കുഞ്ഞേ. 1 ഈശ്വരന്റെയും ഈശ്വരിയുടെയും കടാക്ഷം. പിന്നെയോ മത്സ്യമാംസാദികളെ ആഴ്ചയിൽ 1 ദിനം അകറ്റി നിർത്തുന്നതിനോടുകൂടി ഉദരത്തിനും സുഖം ലഭിക്കും. അത് ശരീരത്തിനും വളരെ ഗുണപ്രദമാകും. ദഹന പ്രക്രിയയെ വളരെയേറെ സഹായിക്കുന്ന തലത്തിലേക്ക് എത്തപ്പെടും. അമിതമായ കൊഴുപ്പിനെ അത് ഇല്ലായ്മ ചെയ്യും. ഇത് ശാസ്ത്രീയമായ ഗുണം. മറ്റൊന്ന് മാനസികമായ ഉന്നതി. അവനവന്റെ സമയം, അവനവന്റെ ക്ഷമയും സഹനവും സഹാനുഭൂതിയും കാണുമ്പോൾ മറ്റുള്ളവർക്ക് നമ്മളോട് അളവറ്റ മടുപ്പുണ്ടാകും. ആ മടുപ്പ് ക്രമാനുഗതമായി സ്നേഹത്തിലേക്ക് എത്തപ്പെടും. ഈ തോന്നൽ അപ്പുറത്തും പതിക്കും ഉണ്ടാകണമേ. തൻ്റെ ധർമ്മപത്നി തനിക്ക് വേണ്ടിയിട്ടാണ് ഈ നൊയമ്പെടുക്കുന്നത്. ഐശ്വര്യകരമായ ജീവിതം ലഭിക്കുന്നതിന് വേണ്ടിയിട്ടാണ്, പരസ്പരം പോരടിക്കുന്നതിന് വേണ്ടിയിട്ടല്ല. ചിലവിന് മാത്രം കൊടുത്താൽ പോരാ. പിന്നെയോ സ്നേഹമിശ്രണമായ രീതിയിൽ സഹകരിക്കണം. ഒരു കുടുംബത്തിന്റെ അഭിപ്രായത്തിൽ തുല്യമായ പ്രാധാന്യം ഉണ്ടാകണം. കേവലം പാർവതി പരമേശ്വര സങ്കല്പം എന്ന് പറയുന്നത് ശിവന്റെ പകുതി മുറിച്ച് പാർവതിക്ക് കൊടുത്തു എന്നത് മാത്രമല്ല, അഭിപ്രായ സമന്വയമാണ്. അതുകൊണ്ട് താനും ആ തലത്തിലേക്ക് ഉയരണം. ത്രൈലോക്യനാഥനായ സമസ്ത ലോകത്തിന്റെയും ഉടമയായ ആ ഭക്തവത്സലനായ ഭഗവാൻ പരമേശ്വരൻ എപ്രകാരമാണോ തന്റെ ധർമ്മപത്നിയെ പ്രാണതുല്യം പരിപാലിച്ചത്, ആ പ്രകാരമൊന്നുമില്ലെങ്കിൽ ഒരല്പമെങ്കിലും ശ്രദ്ധയോടും സഹനത്തോടും കരുണയോടും അതിനുമപ്പുറം സുരക്ഷിതത്വത്തെ പ്രദാനം ചെയ്തുകൊണ്ടും പരിപാലിക്കപ്പെടാൻ താനാണ് അവളുടെ നാഥൻ, അല്ലെങ്കിൽ പതി എന്നാൽ സർവദാ പരിപാലിക്കുന്നവൻ എന്ന ഒരർത്ഥം കൂടിയുണ്ട്. ആ തലത്തെ പതിയെ ഒന്ന് മനസ്സിലാക്കി കൊടുക്കുന്നതിനും പടിപടിയായി പതിയെ പരമേശ്വര തലത്തിലേക്ക് ഉയർത്തുവാനും അതിലൂടെ തനിക്ക് പാർവതീ കൃപയാൽ സർവവിധമായ ഐശ്വര്യത്തെ ഭുജിക്കുവാനുമുള്ള അവസരമായി അതിനെ പ്രയോജനപ്പെടുത്താം. അതുപോലെ തന്നെ സോമവാരം എടുക്കുന്നവർ അത്താഴം മുടക്കരുത് എന്നുകൂടി ഒരു ബുദ്ധിയുണ്ട്. ആഹാരത്തിൽ നിയന്ത്രണം ഉണ്ടാകണം. മിതമായ ആഹാരം കഴിച്ചുകൊണ്ട് മത്സ്യമാംസാദികളെയൊക്കെ ഒഴിവാക്കിക്കൊണ്ട് ഒക്കെയാണ് എൻ്റെ കുഞ്ഞേ നീ വ്രതം എടുക്കുന്നതെങ്കിൽ തീർച്ചയായും നിനക്ക് അതിൻ്റെ പ്രയോജനം ലഭിക്കും. യാതൊരു സംശയവും വേണ്ട എന്ന് നമ്മുടെ ശാരദ ചേച്ചി അയൽവാസി ഉപദേശിച്ചു കൊടുത്തത്രേ. ഏതായാലും ഇപ്പോൾ ആ ഭവനത്തിൽ നിന്ന് അപശബ്ദങ്ങൾ അധികം പുറപ്പെടുന്നില്ലെന്നും
പിന്നെയോ കുടുംബം ക്രമാനുഗതമായ ശാന്തിയിലേക്കും സൗഖ്യത്തിലേക്കും പരസ്പര സ്നേഹമിശ്രണമായ തലത്തിലേക്കും ഉയരുന്നു എന്നതാണ് ശാരദ ചേച്ചി അവസാനമായി നൽകുന്ന വിവരണം. അത് സത്യമായി തന്നെ ഇരിക്കട്ടെ, അത് മറ്റുള്ളവർക്ക് ഗുണപ്രദമായി തന്നെ മാറട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മറ്റൊരു വിഷയവുമായി വീണ്ടും കണ്ടുമുട്ടുന്നത് വരെ പ്രിയമിത്രങ്ങളെ, ഏവർക്കും നമസ്കാരം. ഹരി ഓം.